ജനകീയ പ്രക്ഷോഭത്തിന് പിന്നാലെ നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി രാജിവെച്ചു. ശർമ്മ ഒലിയുടേതുൾപ്പെടെ മന്ത്രിമാരുടെ വീടുകൾക്ക് പ്രക്ഷോഭകർ തീയിട്ടു. കാഠ്മണ്ഡു അടക്കം പ്രധാനയിടങ്ങളിലെല്ലാം കർഫ്യൂ പ്രഖ്യാപിച്ചു. അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി യുവാക്കളുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം. സംഘർഷത്തിൽ 19 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഷിത ജഗത്ത് വിവരങ്ങൾ നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിത, നമ്മൾ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള പ്രക്ഷോഭമാണ് നേപ്പാളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതാ പ്രധാനമന്ത്രി രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രക്ഷോഭകർ അടങ്ങുമെന്ന് കരുതാമോ? പ്രധാനമായും പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടിരുന്ന അമൃത ഒലിയുടെ രാജി തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒലി രാജിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ പ്രക്ഷോഭം ഒടുങ്ങുമെന്നുള്ളത് കരുതാൻ സാധിക്കില്ല. കാരണം ഈ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് തന്നെ രാജ്യത്തെ അഴിമതിക്കെതിരെയും നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. അതിനിടയിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ 26 സാമൂഹ്യ മാധ്യമങ്ങളാണ് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഉൾപ്പെടെയുള്ള 26 സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ രാജ്യത്ത് നിരോധിച്ചു. അതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള വ്യാപകമായുള്ള ഒരു പ്രക്ഷോഭം നേപ്പാളിൽ അരങ്ങേറുന്നത്. ജൻസി വിപ്ലവം എന്നുള്ള പേരിൽ, ജൻസി പ്രക്ഷോഭം എന്നുള്ള പേരിൽ യുവാക്കളാണ് ഈ പ്രക്ഷോഭത്തിന് മുൻനിരയിൽ ഉണ്ടായിരുന്നത്. യുവാക്കൾ കാഠ്മണ്ഡുവിലെ തലസ്ഥാന നഗരിയായ കാഠ്മണ്ഡുവിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭവുമായി എത്തുകയാണ് ഉണ്ടായത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിൽ ഒരു നേതൃനിരയോ ആരെങ്കിലും മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നതോ ആയുള്ള ഒരു പ്രക്ഷോഭമല്ല നേപ്പാളിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആരെങ്കിലും നയിക്കുകയാണെങ്കിൽ ആ പ്രക്ഷോഭത്തെ എവിടെ വരെ പ്രക്ഷോഭം നടത്താം, എത്തരത്തിൽ പോകാം എന്നുള്ളതൊക്കെ തന്നെ അതിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇപ്പോൾ ഈ നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളിലൊന്നും തന്നെ അങ്ങനെ ഒരു നായകത്വം ഒരാൾക്ക് സ്ഥാപിച്ചു നൽകാനില്ല. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു രാജി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ഈ കാഠ്മണ്ഡുവിലേക്കുള്ള നടത്തിയ പ്രക്ഷോഭത്തെ സുരക്ഷാ സേന അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 19 പേർ അവിടെ മരിച്ചിട്ടുള്ളത്. 340-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്നാണ് ഇവർ ഒലി രാജിവെച്ചേ പറ്റൂ, പ്രധാനമന്ത്രി രാജിവെച്ചേ പറ്റൂ എന്നുള്ള ഒരു ആവശ്യവുമായി തുടർന്നും പ്രക്ഷോഭം നടത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഇന്നലെ നേപ്പാളിലെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. ആഭ്യന്തരമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ തന്നെ രമേശ് ലഗേഗ് രാജിവെച്ചതിന് പിന്നാലെ തന്നെ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിക്കുകയും ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം നീക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാലും ആ തീരുമാനം വന്നതിന് പിന്നാലെയും പ്രക്ഷോഭവും ഒടുങ്ങുന്നില്ല. പ്രക്ഷോഭം അവസാനിപ്പിക്കാതെ തന്നെ ആ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ ഈ ജൻസി വിപ്ലവം എന്നുള്ള പേരിൽ നടന്നിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീയിട്ടു, മറ്റു മന്ത്രിമാരുടെ എല്ലാം തന്നെ വസതിക്ക് തീയിട്ടു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കലാപത്തിലേക്ക് ഈ പ്രക്ഷോഭം പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിനൊടുവിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ശർമ്മ ഒലി രാജിവെക്കുന്നത്. ഇനിയുള്ളത് സമൂഹ മാധ്യമങ്ങൾ പുനഃസ്ഥാപിച്ചത് കൊണ്ട് മാത്രമായില്ല എന്ന് തന്നെയാണ് ഈ പ്രക്ഷോഭക്കാർ പറയുന്നത്. ഏറ്റവും പ്രധാനം അഴിമതി ആരോപണം തന്നെയാണ് അവർ ഉന്നയിക്കുന്നതും. ആ ഒരു പ്രശ്നം തന്നെയാണ് ഷിത സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയൊക്കെ രാജിവെക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ മന്ത്രിസഭയിലെ കൂടുതൽ ആളുകൾ രാജിവെക്കുമെന്ന് കരുതാമോ? കാരണം അത്ര പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ഈ പ്രതിഷേധക്കാർ തയ്യാറാകില്ലല്ലോ. തീർച്ചയായും അമൃത, അങ്ങനെ പിരിഞ്ഞു പോകാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഈ സമരം എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം എന്ന് പറയുന്നത് ഒന്നാമത് ഈ സാമൂഹ്യ മാധ്യമ നിരോധനം എന്ന് പറയുന്നത് പ്രധാനമായും അതിനെതിരെ രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം എന്നുള്ളത് വലിയ രീതിയിലുള്ള അഴിമതിയാണ് നേപ്പാളിൽ നടക്കുന്നത്. നേപ്പാൾ ഭരണകൂടം അഴിമതി മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെതിരെ ഈ അഴിമതിക്കെതിരെ, ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം യുവജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നതിനിടയിൽ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നതിനിടയിലാണ് അതിന്റെ ഭാഗമായി തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഭരണകൂടം നിരോധിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന ഒരു പ്രക്ഷോഭമാണ്. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അഴിമതി തുടച്ചു നീക്കണം, ഇത്തരത്തിലുള്ള അഴിമതിയുള്ള ഒരു ഭരണകൂടം നിലവിൽ വേണ്ട എന്നുള്ളതാണ്. ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരോധനം പിൻവലിച്ചതിന് ശേഷവും അവർ ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നത്. അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടെ തന്നെ മന്ത്രിസഭാ യോഗം ചേരുകയും ഈ നിരോധനം പിൻവലിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇന്ന് രാവിലെ മുതൽ തന്നെ നേപ്പാളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തുടരുകയാണ്. അതിന് പിന്നാലെയാണ് തീയിടൽ ഉൾപ്പെടെ, മന്ത്രിമാരുടെ വസതികൾക്ക് തീയിടൽ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി ഈ ഒലി രാജിവെക്കണമെന്ന്, ശർമ്മ ഒലി രാജിവെക്കണമെന്ന് പ്രധാനമായും ഇവർ പറയുന്നതിനൊരു കാരണം എന്ന്
എന്ന് പറയുന്നത് ഈ പ്രക്ഷോഭത്തിൽ 19 പേർ മരിച്ചിരുന്നു, 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ പിന്നാലെയാണ് പ്രധാനമന്ത്രി രാജിവെച്ചേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടത്തുന്നത്. അത് മാത്രമല്ല, ഈ അഴിമതിക്കാരായ മൊത്തം ആളുകളും രാജിവെക്കണം, മന്ത്രിമാർ മുഴുവൻ രാജിവെക്കണമെന്നൊരു ആവശ്യം കൂടെ ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് നേപ്പാൾ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത അയൽരാജ്യമാണ്. അപ്പോൾ ആ അയൽരാജ്യത്തുള്ള ഒരു പ്രശ്നം രാജ്യത്തിലേക്കും എങ്ങനെ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ പോയിരിക്കുന്ന, നേപ്പാളിൽ പോയിരിക്കുന്ന ഒരുപാട് ആളുകൾ, നേപ്പാളിലേക്ക് സന്ദർശക വിസയിൽ പോയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉൾപ്പെടെയുണ്ട്. ഒപ്പം തന്നെ നേപ്പാളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും രാജ്യവും ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമൃത. ശരി, ഷിത ജഗത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി രാജിവെച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അവിടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്.